സുവിശേഷത്താൽ ആമേൻ ക്രിസ്തുയേശുവിൽ ആമേൻ കൂട്ടായി ക്രിസ്തുയേശുവിന്റെ കൂട്ടവകാശികളും ശരീരസ്ഥരും വാഗ്ദത്തങ്ങളിൽ പങ്കാളികളുമാണ്. ഇത് മൂന്നാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത് ഒരു മർമ്മം ഞാൻ പ്രസ്താവിക്കുന്നു, ഒരു മർമ്മം ഞാൻ അറിയിക്കുന്നു. ആ മർമ്മം വേറെ ഒന്നുമല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ 3 മർമ്മങ്ങളെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആമേൻ. 1 പഴയ നിയമ ഭക്തന്മാർക്ക് മറയപ്പെട്ട മർമ്മം, 2 പുതിയ നിയമ ഭക്തന്മാർക്ക് വെളിപ്പെട്ട മർമ്മം, 3 ജാതികളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന മർമ്മം, തികഞ്ഞു നിൽക്കുന്ന മർമ്മം. ജാതികൾ മീൻസ് ജെന്റൈൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ജെന്റൈൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ചാണ്. രക്ഷിക്കപ്പെടാത്തവരെയാണ് നമ്മൾ ജെന്റൈൽ എന്ന് പറയുന്നത്. പക്ഷെ രക്ഷിക്കപ്പെടാത്തവരെ അല്ല ഇവിടെ ജെന്റൈൽ എന്ന വേദപുസ്തകം ഉദ്ദേശിക്കുന്നത് നിങ്ങളെയും എന്നെയും കുറിച്ചാണ്. ഇസ്രായേൽ ജനത്തിന് പുറമേയുള്ള, യഹൂദന്മാർക്ക് പുറമേയുള്ള ജനമാണ് ജെന്റൈൽസ് എന്ന് വിളിക്കപ്പെടുന്നത്, ജാതികൾ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പം ജാതികൾ വേറെ ആരുമല്ല, നിങ്ങളും ഞാനുമാണ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന പഴയ നിയമ ഭക്തന്മാർക്ക് മറഞ്ഞു കിടന്ന മർമ്മം, അബ്രഹാമിന് വെളിപ്പെടാത്ത മർമ്മം, ഇസഹാക്കിന് വെളിപ്പെടാത്ത മർമ്മം, യാക്കോബിന് വെളിപ്പെടാത്ത മർമ്മം, മോശയ്ക്ക് വെളിപ്പെടാത്ത മർമ്മം, ജോഷുവയ്ക്ക് വെളിപ്പെടാത്ത മർമ്മം, ദാവീദിന് വെളിപ്പെടാത്ത മർമ്മം, പഴയ നിയമ ഭക്തന്മാർക്കോ പ്രവാചകന്മാർക്കൊന്നും വെളിപ്പെടാത്ത മർമ്മം. 2 പുതിയ നിയമ ഭക്തന്മാർക്ക് വെളിപ്പെട്ട മർമ്മം, പ്രത്യക്ഷത്തിൽ വന്ന മർമ്മം. പുതിയ നിയമ ഭക്തന്മാർക്ക് വെളിപ്പെട്ട മർമ്മം മീൻസ് പത്രോസിന് വെളിപ്പെട്ട മർമ്മം, പൗലോസിന് വെളിപ്പെട്ട മർമ്മം, യോഹന്നാന് വെളിപ്പെട്ട മർമ്മം, യാക്കോബിന് വെളിപ്പെട്ട മർമ്മം. 3 ജാതികളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന, തികഞ്ഞു നിൽക്കുന്ന മർമ്മം. ജാതികൾ എന്ന് വെച്ചാൽ നിങ്ങളെയും എന്റെയും ഉള്ളിൽ തികഞ്ഞു നിൽക്കുന്ന മർമ്മം. എന്താ? വേറെ ഒന്നുമല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. തല കൈവച്ചിട്ട് പറ, യേശു എന്നിലാണ് ഇരിക്കുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. യേശു എവിടെ ഇരിക്കുന്നേ? എല്ലാരും പറഞ്ഞ യേശു എവിടെ ഇരിക്കുന്നേ? പറ, യേശു എവിടെ ഇരിക്കുന്നേ? പറ, യേശു എവിടെ ഇരിക്കുന്നേ? ഒച്ചയ്ക്ക് പറ, യേശു എവിടെ ഇരിക്കുന്നേ? അപ്പൊ എന്നിൽ യേശു ഇരിക്കുമ്പോ എങ്ങനെ വഴക്ക് പിടിക്കും? ഹല്ലേലൂയ. എന്നിൽ യേശു ഇരിക്കുമ്പോ എങ്ങനെ ചീത്ത പറയും? എന്നിൽ യേശു ഇരിക്കുമ്പോ എങ്ങനെ പാപം ചെയ്യും? എന്നിൽ യേശു ഇരിക്കുമ്പോ ഞാൻ ദൈവികമല്ലാത്തത് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? കാരണം എൻ്റെ അകത്തിരിക്കുന്നത് ഞാനല്ല, എൻ്റെ അകത്തിരിക്കുന്നത് യേശുവാണ്. ഹല്ലേലൂയ. ആരായിരിക്കുന്നത്? അപ്പൊ ഇന്നോടെ പൊളിഞ്ഞ ഒരു സാധനം. രാമൻ പറഞ്ഞ കർത്താവിന് ഹല്ലേലൂയ. നിങ്ങളുടെ തല കൈവച്ചിട്ട് നിങ്ങൾ തന്നെ വരാ, ഒരു സാധനം പൊളിഞ്ഞ് പറഞ്ഞ്, ഒരു സാധനം പൊളിഞ്ഞ് ഇനി മേലെ വാ തുറക്കത്തില്ല. ഹല്ലേലൂയ. കാരണം എന്നിൽ ആരുണ്ട്? പിശാചല്ല, ഭൂതമല്ല, ആഭിചാരമല്ല, മന്ത്രവാദമല്ല, ക്ഷുദ്രമല്ല, ഈ ലോകത്തിലെ ഒരു ശക്തിയുമല്ല. എൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ അധികാരമുണ്ട്, ക്രിസ്തുവിൽ ശക്തിയുണ്ട്, ക്രിസ്തുവിൽ അഭിഷേകമുണ്ട്, ക്രിസ്തുവിൽ സൗഖ്യമുണ്ട്, ക്രിസ്തുവിൽ വിടുതലുണ്ട്, ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്ന പുനരുത്ഥാനത്തിന്റെ അതോറിറ്റിയുണ്ട്. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ അകത്താണ് ഇരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഇരു കാര്യങ്ങൾ തട്ടി ശക്തിയോടെ സ്തുതിക്ക്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നത് സ്വർഗത്തിലല്ല, ക്രിസ്തു ഇരിക്കുന്നത് ഭൂമിയിലല്ല, മുക്കാലംശുള്ള ഹൃദയത്തിലാണ് നിറഞ്ഞു നിൽക്കുന്ന. നിന്റെ പ്രാണനിൽ നിറഞ്ഞു നിൽക്കുന്ന, നിങ്ങളുടെ ആത്മ മനുഷ്യനിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ തുറക്കാൻ വലിയ പാടാ.
അതിൻ്റെ കൈ കിടന്നിട്ട് ഒരു 4-5 കിലോ വെയിറ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എൻ്റെ കൈ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയാ. സ്തോത്രം. പറഞ്ഞേ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്ന. പറഞ്ഞ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്ന. അപ്പോസ്തല പ്രവൃത്തി 10-38 നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ യേശുവിൽ എന്തൊക്കെയുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്. കൊലോസ്യ ലേഖനം പഠിപ്പിക്കുന്ന മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നസ്രയനായ യേശുവിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്, ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്. അവൻ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു, 5 അപ്പങ്ങളെ 5000 വിളമ്പി. ആമേൻ. മത്സ്യത്തിന്റെ വായിൽ ചതുരമ്മ പണം കൊണ്ടുവന്നു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, മുടന്തനെ നടത്തി, കുരുടന്മാർക്ക് കാഴ്ച നൽകി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. ദൈവരാജ്യം പ്രസ്താവിച്ച യേശു ഇന്നിരിക്കുന്നത് സ്വർഗത്തിലല്ല, എന്റെ ആത്മ മനുഷ്യനിലാണ്. സ്തോത്രം. എന്നിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ക്രിസ്തുവിന്റെ സിംഹാസനം ഇരിക്കുന്നു. അപ്പൊ ക്രിസ്തു ഇരിക്കുന്നത് എന്നിലാണ്. എങ്കിൽ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുന്നു. തൊടുപുഴയിലെ ദൈവസഭ ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകുന്നത്, ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ഭൂതങ്ങൾ പുറത്തു പോകുന്നത്, ഒരു ശുശ്രൂഷകൻ പ്രാർത്ഥിച്ചിട്ടല്ല അത്ഭുത സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചിട്ട് നിന്റെ കൈവപ്പാൽ അത്ഭുതം നടക്കാൻ പോകുന്ന ദൈവമല്ലേ. നിന്റെ കൈവപ്പാൽ ഭൂതങ്ങൾ അറിയാൻ പോകുന്നു. നിന്റെ കൈവപ്പാൽ അശുദ്ധാത്മാക്കൾ അലറാൻ പോകുന്നു. നിന്റെ ആദരം പ്രവാചകതരം. Come on, take it. പറ ചില നിമിഷങ്ങൾ ആത്മാവിൽ പറഞ്ഞ, ചില നിമിഷങ്ങൾ പറഞ്ഞ്, ഞാൻ പ്രാർത്ഥിക്കും രോഗികൾ സൗഖ്യമാകും, ഞാൻ കൈവയ്ക്കും ഭൂതങ്ങൾ അലറും. ഒത്തൊടുപുഴയിൽ കർത്താവ് ഒരു അഭിഷക്തനെ അയച്ചിട്ടല്ല, എന്നെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യും, എന്നെ കൊണ്ട് വീര്യപ്രവർത്തികൾ ചെയ്യും. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ ചർച്ചിന്റെ വളർച്ചയ്ക്ക് ദൈവം ഉപയോഗിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയുമാണ്. നിങ്ങളിൽ ഉള്ളതിനെ തിരിച്ചറിയുക. എല്ലാരും പറഞ്ഞ, ഞാൻ എന്നിലുള്ളതിനെ തിരിച്ചറിയാൻ എന്റെ കണ്ണൊന്ന് തുറക്കണമേ. ഇനി പറ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നത് എന്നിലാണ്. അടുത്തുള്ള മുഖം നോക്കിട്ട് പറ, സൂക്ഷിച്ച് സംസാരിക്കണം. യേശു എന്നിലുണ്ടെന്ന് പറ. യേശു എന്നിൽ. ചീത്ത പറഞ്ഞ നോക്കി പറയണം. ചീത്ത പറഞ്ഞ നോക്കി പറയണം. നീ പറയുന്നത് എന്നെയല്ല, എൻ്റെ അകത്തിരിക്കുന്ന. അതുകൊണ്ടാ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ എല്ലാ ദിവസങ്ങളും പോകുന്ന പോലെ ജനം കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ അവൻ അപ്രത്യക്ഷിതമായിട്ട് അപ്പോസ്തലന്മാരായ അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വാതിൽ ഒരുവൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ അവൻ ഉദരം മുതൽ മുടന്തനായ മനുഷ്യൻ. എല്ലാവരോടും കൈനീട്ടുന്ന പോലെ തന്നെയാണ് അവൻ അഭിഷക്തന്മാരോടും ഇവൻ കൈനീട്ടിയത്. അവൻ അഭിഷക്തനോട് കൈനീട്ടിയപ്പോൾ പത്രോസ് പറഞ്ഞ പദം കെട്ടില്ലേ, അവൻ അവിടെ പറഞ്ഞിരിക്കുന്ന യോഹന്നാനോട് ചേർന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പത്രോസ് തനിച്ചല്ല ചെയ്തത്, പത്രോസ് യോഹന്നാനും ചേർന്നാണ്. ഒരാളും പറഞ്ഞ് എപ്പോഴും ഒരു യൂണിറ്റി മിനിസ്ട്രിക്ക്, ഒരു ടീം സ്പിരിറ്റിന് ഒരു ഭയങ്കര ഡെലിവറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ തൊടുപുഴ ചർച്ച് ഒരു വൺ മാൻ മിനിസ്ട്രി അല്ല. ഇറ്റ്സ് എ ഫെലോഷിപ്പ് ആണ്, ഇറ്റ്സ് എ ഗ്രൂപ്പ് ആണ്. ഈ മിനിസ്ട്രി ഒരു ടീം മിനിസ്ട്രി ആണ്. ഇതൊരു ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല. നാം ഓരോരുത്തരുടെ മേലും ആ ഉത്തരവാദിത്വത്തെ കിടപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഈ സന്ധ്യയിൽ കർത്താവിനെ സ്തുതിക്കണം. ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്.
എന്റെ മിനിസ്ട്രിയിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. പബ്ലിക് മീറ്റിംഗുകളുടെ പല വേദികളിലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ കാണുന്ന ഡെലിവറൻസിനെക്കാളും അധികം സഹോദരങ്ങളോട് ഒരുമിച്ച് പോകുന്ന മീറ്റിങ്ങുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഭയങ്കര ഡെലിവറൻസുകൾ കണ്ടിട്ടുണ്ട്. ഒരു മനസ്സുള്ള 10 പേർ ഒന്നിച്ചൊന്ന് കൈകോർത്താൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ എക്സ്പ്ലോഷൻ അവിടെ നടക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ സൂം മീറ്റിംഗിന്റെ 625-30 എത്രയോ ദിവസമായി അല്ലേ? ഇത്രയും ദിവസങ്ങളുടെ വിജയം വേറെ ഒന്നുമല്ല, ഒരു ടീം സ്പിരിറ്റ് ആണ്. ഹല്ലേലൂയ. ആ ടീം സ്പിരിറ്റ് ആണ് നമ്മുടെ ആ മീറ്റിംഗിന്റെ സക്സസ്ഫുൾ എന്ന് പറയുന്നത്. ഞാനും പറയുന്ന തൊടുപുഴ ചർച്ച് ഇതൊരു 1-man ഷോ ആയിരിക്കരുത്. ഇതൊരു ഫെലോഷിപ്പ് ആകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കൃപയുള്ളവർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ, അഭിഷേകമുള്ളവർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. എന്നും നിങ്ങൾ ഷാജിമോനെ പ്രതീക്ഷിക്കരുത്, എന്നും മാത്യുവിനെ പ്രതീക്ഷിക്കരുത്. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കൊരഭാവം വന്നാൽ ഞങ്ങളെ പോലെ തന്നെ നിന്ന് ശുശ്രൂഷിപ്പാൻ കഴിവുള്ള, കൃപയുള്ള, വർഷിപ്പ് ചെയ്യുന്ന, പ്രവചിക്കുന്ന, പ്രസംഗിക്കുന്ന കരുത്തുള്ളവരായി നിങ്ങൾ ഓരോരുത്തരും മാറുക എന്ന് ഞാൻ ഇന്ന് രാത്രി ആത്മാർത്ഥമായി കൈയടിച്ചിട്ടും സ്തോത്രം പറഞ്ഞിട്ടും ദേശാംശം ഇട്ടിട്ടും ഓഫറിംഗ് പ്രാപിച്ചു പോകുന്ന ഒരു നിലം വിട്ടിട്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഉന്നതമായ പദ്ധതിയിലേക്ക് കടന്നു വരുന്ന ചേർച്ചായി കൈകൾ തട്ടി അഭിഷേകത്തിൽ നിറഞ്ഞ് ഇന്ന് രാത്രി ആത്മാവിൽ പ്രതികരിക്ക. You are not an ordinary person. You are an extraordinary. ഞാൻ എപ്പോഴെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോ അപ്പോഴെല്ലാം ഞാൻ കാണുന്ന ഇതാണ്. സ്തോത്രം. അവിടെ നിന്ന് ആംബുലൻസ് വരും. 2 കുഞ്ഞുങ്ങൾ പുറകിൽ പോയി തൊടും. മരിച്ച വ്യക്തി എഴുന്നേക്കും. ഹല്ലേലൂയ. പാസ്റ്റ് ഇവിടെ നിന്ന് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സ്തോത്രം. മാത്തിച്ചാൻ ചിലപ്പം കൊണ്ട് ഷർട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ ദൈവമക്കളെ കൈ ഉയർത്തുക, ചലിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതെ അവിടെ നിന്ന് മരിച്ചവൻ ചാടി വരുന്നു. സ്തോത്രം. ചാടി വരുന്നത് പാസ്റ്റ് പ്രാർത്ഥിച്ചിട്ടല്ല, നിങ്ങളുടെ കൈവപ്പാൽ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സ്പർശനത്താൽ എന്ന് പറഞ്ഞാൽ. This is not an emotional word. It's a fact ആണ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ പ്രവാചകൻ, യേശുവിന്റെ പ്രതിപുരുഷൻ, ദൈവരാജ്യത്തിന്റെ അംബാസിഡർ, ക്രൈസ്റ്റിന്റെ പകരക്കാരൻ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ചർച്ചിനെ നോക്കി പ്രവചിക്കുന്നു. നിങ്ങളുടെ കൈവപ്പിൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. ആത്മാവിലൊന്നും കണ്ടേ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ ബോണാമി അന്തർദേശീയ ദൈവസഭയിൽ ഇതുപോലെ നിങ്ങളെ പോലെ എന്ന് കയ്യുവടിച്ച് അന്യഭാഷയും പറഞ്ഞ് ഇതുപോലെ ഫ്രണ്ട് നിറയിൽ എന്തിയാ നമ്മുടെ പാസിനെ കണ്ടില്ലേ? നാം വന്നില്ലേ? അവനാണ് പുറകിരിക്കുന്നത്. ഓർമ്മ. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ പ്രായത്തിൽ, ഇസഹാക്ക് ഇപ്പോഴും 2 വയസ്സ് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇസഹാക്കിന്റെ പ്രായത്തിൽ ഇതുപോലെ ഫ്രണ്ട് നിറയുന്ന കൈയടിച്ചവനാ. സ്തോത്രം. അന്ന് പാസ്റ്റർ ദൂത് പറയുമ്പോൾ തുള്ളിച്ചാടും, കൈയടിക്കും, അന്യഭാഷ പറയും, ആരാധിക്കും, എല്ലാം ചെയ്യും. പക്ഷെ എന്നും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നില്ല കേട്ടോ. എന്നും കൈയടിച്ചുകൊണ്ടിരുന്നില്ല, എന്നും തുള്ളിച്ചാടിക്കൊണ്ടിരുന്നില്ല. നാളുകൾ കഴിയുന്നതിന് മുമ്പേ കർത്താവ് അങ്ങ് ഉയർത്താൻ തുടങ്ങി. കർത്താവ് അങ്ങ് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി. ഇപ്പോഴും എൻ്റെ ആത്മീയ മാതാവും പിതാവും കടക്കാത്ത പല അതിരുകളെയും കടന്നാക്രമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ കർത്താവിനെ ഉപയോഗിച്ചതുകൊണ്ട് ആത്മാർത്ഥ ഹൃദയത്തോടെ പറയുകയാണ്, എനിക്ക് കടക്കാൻ കഴിയാത്ത അതിരുകളിൽ നിങ്ങൾക്ക് കടക്കാൻ കഴിയും. എനിക്ക് പോകാൻ പറ്റാത്ത രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പോകാൻ കഴിയും. എനിക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്ത വ്യക്തികളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയും. എനിക്ക് പോയി പ്രാർത്ഥിക്കാൻ കഴിയാത്ത സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. എനിക്ക് ചെയ്യാൻ കഴിയാത്ത ശുശ്രൂഷകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. സിസ്റ്ററെ, കഴിയും, നിങ്ങൾക്ക് കഴിയും. ഒരു ശുശ്രൂഷകനാൽ എനിക്ക് കടക്കാൻ പറ്റാത്ത പല പരിമിതികളെയും കടന്നാക്രമിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ അഭിഷക്തയാണ് നീ. ദൈവത്തിന്റെ അഭിഷക്തനാണ് നീ. ഇന്ന് സന്ധ്യയിൽ ആത്മാവേ
അല്ലെന്ന്. സ്തോത്രം. കൈ അടിക്കുമ്പോ കൈ അടിക്കണം, പക്ഷെ എഴുന്നേൽക്കേണ്ട ഒരു സമയം വരുമ്പോ എഴുന്നേൽക്കണം ചാടി. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഉപയോഗിക്കും. ആമേൻ പറഞ്ഞ്. അപ്പൊ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? എന്നിലാണ് ഇരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇച്ചിരി വായൊക്കെ ഉപയോഗിക്കുമ്പോൾ നോക്കി ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ ഫാസ്റ്റിങ്ങിൽ ധ്യാനിച്ചൊരു വേദഭാഗമാണ്, എനിക്കത് ഓർമ്മയിൽ വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം തിരിച്ചിട്ട് 5-ാമത്തെ വാക്യം മുതൽ വായിച്ച്. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആര് പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടും. യേശു അവനോട് പറഞ്ഞു, ഇത്ര കാലം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ. എല്ലാരും ഒന്ന് പറഞ്ഞ്, ഇത്ര കാലം ഞാൻ നിന്നോട് കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ ഇത്ര കാലം നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ മീനാക്ഷി? മീനാക്ഷിയുടെ പേര് മാറ്റണം കേട്ടോ. ഹല്ലേലൂയ. നല്ല സുന്ദരിയായ ഗ്രേസിയോ ദെബോറയോ എസ്തറോ എന്നൊക്കെ സൂപ്പർ നാച്ചുറൽ എക്സാം പേരൊക്കെ ഇടുക. ഹല്ലേലൂയ. സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ സ്നാനപ്പെട്ടോ? അന്നേരം ഒന്ന് മാറ്റേണ്ടായിരുന്നു. മാറ്റി ഗസറ്റിലിട്ട് ഈ പേരങ്ങ് മാറ്റിയത്. സ്തോത്രം. വലിയ അഭിഷക്തിയാണ്. നല്ല ആമേൻ പറഞ്ഞേ കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. അഭിഷക്തിയോഗ്യമായ അഭിഷേകത്തിന് പേര് വീഴട്ടെ. അതുകൊണ്ട് ഞാനങ്ങ് പേരങ്ങ് മാറ്റുക. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. സ്തോത്രം. ആമേൻ. ഇത്രയും കാലം യേശു നമ്മുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല. അടുത്ത വാക്യം. ഇത്രയും കാലം യേശു അവരോട്, ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ എന്നെ പിതാവിനെ കണ്ടിരിക്കും. പിന്നെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് ശ്രദ്ധിച്ചേ. ഞാൻ പിതാവിലും പിതാവ്, എല്ലാരും പറഞ്ഞ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും. അപ്പൊ യേശു എവിടെ? പിതാവിൽ. പിതാവ് എവിടെ? യേശുവിൽ. ഇപ്പൊ ആ യേശു എവിടെ ഇരിക്കുന്നത്? അപ്പൊ പിതാവ് എവിടെ ഇരിക്കുന്നത്? പറ. പിതാവ് എവിടെ ഇരിക്കുന്നത്? യേശു പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും. ഞാൻ ഇരിക്കുന്ന പിതാവിൽ, പിതാവ് ഇരിക്കുന്നത്. അയ്യോ, ഇത് പൗലോസ് പറഞ്ഞ പദമല്ല, ഇത് പത്രോസ് പറഞ്ഞ പദമല്ല, ഇത് യാക്കോബ് പറഞ്ഞ പദമല്ല. ഇതാരാ പറയുന്നത്? യേശു ആണ് പറയുന്നത്. യേശു പറയുന്ന വിശ്വാസമുണ്ടോ? യേശു പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും. ഇപ്പൊ ആ യേശു എവിടെ ഇരിക്കുന്നത്? അപ്പൊ പിതാവ് എവിടെ ഇരിക്കുന്നത്? പിതാവ് ആരാ? സൂപ്പർ നാച്ചുറൽ പവർ. ക്രിയേറ്റർ, സൃഷ്ടികർത്താവാണ് പിതാവ്. അപ്പൊ സൃഷ്ടികർത്താവ് ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? സൃഷ്ടികർത്താവ് എവിടെ ഇരിക്കുന്നത്? അപ്പം പറ, നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നപ്പനെ ശൂന്യത നോക്കി കൽപ്പിക്കുക, അടഞ്ഞതിനെ നോക്കി കൽപ്പിക്കുക, പ്രതികൂലത്തെ നോക്കി കൽപ്പിക്കുക. നീ കരയാൻ വിളിക്കപ്പെട്ടവനല്ല, ദുഃഖിക്കാൻ വിളിക്കപ്പെട്ടവനല്ല, നിലവിളിക്കാൻ വിളിക്കപ്പെട്ടവനല്ല. പ്രതിസന്ധികളെ നോക്കി ആക്രമിച്ചുകൊണ്ട് പറ, ആമേൻ. മാറി നിൽക്കാൻ പറ, മാറി നിൽക്കാൻ പറ. പ്രതികൂലത്തോട് അടങ്ങാൻ പറ, തകർച്ചകളോട് മാറി നിൽക്കാൻ പറ. കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്നത് സാധാരണ പവറല്ല. It's a supernatural power. അതുകൊണ്ട് കഴിഞ്ഞ ഫാസ്റ്റിംഗിൽ പരിശുദ്ധാത്മാവിനെ കുളിച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, സുപ്പീരിയർ സൂപ്പർ നാച്ചുറൽ പവർ എന്റെ അകത്താണ്. അപ്പൊ ഞാൻ ആരാണ്? സുപ്പീരിയർ സൂപ്പർ നാച്ചുറൽ പേഴ്സൺ ആണ്. ഞാൻ ആരുടെയെങ്കിലും പോയിട്ട്, അമ്മ ഓടുങ്ക, അമ്മ
എന്ന് യാചിക്കേണ്ട കാര്യമില്ല. തണ്ടെടുത്ത് ഇങ്ങോട്ട് തരാൻ. കാരണം എൻ്റെ അകത്തിരിക്കുന്നത് ആരാ? സൂപ്പർ നാച്ചുറൽ. ഹല്ലേലൂയ. പിതാവ് യേശു പിതാവിലും പിതാവ് യേശുവിലുമാണ്. അപ്പൊ യേശു പിതാവിനകത്തും പിതാവ് യേശുവിനകത്തും അവർ രണ്ടുപേരും ഇപ്പൊ ഇരിക്കുന്നത് എവിടെ? എന്റെ ഉള്ളിൽ. ഹല്ലേലൂയ. എങ്ങനെ ആദ്യ ആവിചാരം വരുന്നു നിങ്ങൾ വീട്ടിൽ? എങ്ങനെ ആവിചാരം വരുമെന്ന് പറയാം. ആവിചാരം എന്ന് പറയുന്നത് ഇരുട്ട് അല്ലേ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. യേശു പറഞ്ഞ് ലോകത്തിന്റെ വെളിച്ചം. യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം. നിങ്ങൾ വചനത്തെ വിശ്വസിക്കണം. യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഇപ്പൊ ആ വെളിച്ചം എവിടെ ആയിരിക്കുന്നത്? എന്റെ അകത്ത്. എന്നിട്ട് അതേ യേശു തന്നെ എന്നെ നോക്കി പ്രവചിച്ചു, നീ ലോകത്തിന്റെ വെളിച്ചം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഇപ്പൊ യേശു ലോകത്തിന്റെ വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചം എന്റെ അകത്ത് വന്നോട് ഞാൻ ലോകത്തിന്റെ വെളിച്ചം. എന്റെ അകത്തിരിക്കുന്ന ലോകത്തിന്റെ വെളിച്ചം എവിടെ ആയിരിക്കുന്ന? പിതാവിന്റെ അകത്ത്. പിതാവ് ആരാണ്? 7 സൂര്യനിലും പ്രകാശമായ. ഹല്ലേലൂയ. എന്നാൽ തേജോമയ, തേജസ്കരിക്കപ്പെട്ടവൻ. അവ മുഖം നോക്കിയാൽ നമ്മൾ കരിഞ്ഞു പോകും. അത്രയ്ക്കും പവറാണ് പിതാവ്. ആമേൻ. സൂപ്പർ നാച്ചുറൽ പവർ. ഹല്ലേലൂയ. ആ പവർ നമ്മുടെ അകത്തായിരിക്കുന്നത്. അപ്പൊ ആ വെളിച്ചം നമ്മുടെ അകത്തായിരിക്കുന്നത്. ആ വിചാരവും മന്ത്രവാദം എന്നൊക്കെ പറയുന്നത് ഇരുട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാണ്? ഭൂതം എന്ന് പറയുന്നത് ഇരുട്ടാണ്. ഈ ഇരുട്ടിനകത്ത് ഈ വെളിച്ചം കീറി ഇങ്ങനെ ഒന്ന് ചവിട്ടിയാൽ ഇരുട്ട് വെളിച്ചത്തെ ആക്രമിക്കുമോ? വെളിച്ചം കയറിയ ഉടനെ ഇരുട്ട് അപ്രത്യക്ഷമാകും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന എന്റെ കാൽവെപ്പ് നിന്റെ വീടിന്റെ വിടുതലാണ്, പട്ടണത്തിന്റെ വിടുതലാണ്, ദേശങ്ങളുടെ വിടുതലാണ്, രാജ്യങ്ങളുടെ വിടുതലാണ്. അടുക്കളക്കകത്ത് പോയി പ്രാർത്ഥിക്കുക, ബെഡ്റൂമിൽ പോയി പ്രാർത്ഥിക്കുക, ആമേൻ, സിറ്റൗട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, വീടിനെ ചുറ്റി ചുറ്റി പ്രാർത്ഥിക്കുക, പറമ്പിനെ ചുറ്റി പ്രാർത്ഥിക്കുക, ദേശത്തെ ചുറ്റി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരളവറ്റ ശക്തിയെ ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. കൃപയുള്ള ദൈവവൈതൽ, നീയാണ് ഒരു സൂപ്പർ നാച്ചുറൽ. ഇന്ന് പകൽ വിശ്വാസത്തോടെ വീടിനകത്ത് പോയി മന്ത്രവാദമേ, ആഭിചാരമേ, വെളിച്ചം വന്നിരിക്കുന്നു. നിങ്ങൾ പറയുകയൊന്നും വേണ്ട, ഇതാ ടോർച്ച് വന്നിരിക്കുന്നു, ഇരുട്ട് എപ്പോ എന്ന് പറയൊന്നും വേണ്ട. വെളിച്ചത്തെ കാണുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് ഉച്ചയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ഒരു സ്പിരിറ്റിനെ ഞാൻ പുറത്താക്കിക്കൊണ്ടിരുന്നു. ഒരു ഭൂതത്തെ അഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ആമേൻ ചുമ്മാ ഇങ്ങനെ ഞാൻ അടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ആടുക. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, കഴിഞ്ഞോട് ചോദിച്ചു, ആമേൻ ചുമ്മാതയില്ലേ ഇരുന്നേ, ഞാൻ പറയുമ്പോ നീ ചലിച്ചാൽ മതി. ഉടനെ അത് പറയുക, നീ അടുത്ത് വരുമ്പോഴേ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഞാനിങ്ങനെ ആടുക. മനസ്സിലാകുന്നുണ്ടോ? വെളിച്ചത്തെ കണ്ടാൽ ഇരുട്ടിളകിയേ പറ്റും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് വൈകിട്ട് നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത് വന്നതുപോലെ ആകരുത്. ആരാണ് തിരിച്ചറിയുക? നിങ്ങളിലുള്ള ദൈവശക്തിയെ തിരിച്ചറിയുക. വെറുതെ കൈയടിച്ചു പോകാനോ, സ്നാനപ്പെട്ടുവെന്ന് തൃപ്തിപ്പെടാനോ, ദശാംശം കൊടുത്തുവെന്ന് ആനന്ദിക്കാനോ, ദൈവസഭയിൽ അംഗത്വം വഹിച്ചെന്ന് സന്തോഷിക്കാനോ അല്ല ദൈവവൈതലേ. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രതിമനുഷ്യയാകണം, പ്രതിപുരുഷനാകണം, പകരക്കാരനാകണം, പകരക്കാരിയാകണം. കമാൻ, വചനത്തിന്റെ വെളിപ്പാട് അകത്തളത്തിൽ കത്തട്ടെ. കൃപയുള്ളവർ പ്രതികരിക്കുക. ആരാധിക്ക് ചില നിമിഷങ്ങൾ അഭിഷേകത്തെ നിറഞ്ഞ കർത്താവിനെ സ്തുതിച്ച് അകത്ത് വസിക്കുന്നത് പിതാവിന്റെ ആത്മാവാണ്, ക്രിസ്തുവിന്റെ ആത്മാവാണ്. പിതാവും ക്രിസ്തുവും എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞോ വിശ്വസിക്കുന്നവരാൽ അതെല്ലാം ചെയ്യാൻ കഴിയും. യേശു പറഞ്ഞത്, എന്നെ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിൽ കുറച്ച് ചെയ്താൽ മതി, എന്നെക്കാളും വലിയ ആളൊന്നും ആകാൻ ശ്രമിക്കണ്ട, അതുകൊണ്ട് നിനക്ക് അത്രയേ പറ്റത്തുള്ളൂ. ആമേൻ, ഇരിക്കവിടെ എന്നല്ല പറഞ്ഞ്. യേശു പറഞ്ഞ്, എന്നെ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ചെയ്യണം.
ചെയ്യണം 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 ചെയ്യണം. ഞാൻ ആത്മാവിൽ പറയുന്ന ഈ ചർച്ചിൽ ചില ഡെഡ് ബോഡികൾ ജീവനോടെ എഴുന്നേൽക്കട്ടെ. ആമേൻ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങളുടെ ചോർച്ചയായി അന്തരീക്ഷം മാറട്ടെ. ഈ സ്വാധീനിച്ച് നിൽക്കുന്ന ശരീര അവയവങ്ങളിൽ നിന്ന് പുറത്തു പോകാം. വെളിച്ചം വെളിച്ചം വെളിച്ചം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. സ്തോത്രം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പറ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഒന്ന് പല്ല് കടിച്ചിട്ട്, നമ്മളെല്ലാം പല്ല് കടിക്കുന്ന ഭർത്താക്കന്മാരോടായിരിക്കും കടിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യമാരോടും കടിക്കണം, അല്ലെങ്കിൽ അപ്പനോടോ അമ്മയോടൊക്കെ എന്നൊക്കെ. ഇന്ന് ഭൂതത്തോട് പല്ല് കടിച്ചിട്ട് പറ, എടാ പിശാചേ, ഞാൻ വരുന്നുണ്ട് സന്ധിയിൽ. 7 മണിയാകുമ്പോ ഞാൻ വീട്ടിൽ കാലുകുത്തും. എങ്ങനെ കാലുകുത്തുന്ന അറിയാമോ? ലോകത്തിന്റെ വെളിച്ചമായിട്ടാണ്. പറ 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 പറ. ഞാൻ ഡോറ് തുറക്കുമ്പോ ഇരുട്ടാലറുമിന്ന് ആവിചാരം കത്തിപ്പോകും. ഇന്നലെ വരെ എനിക്ക് വെളിപ്പാട് അറിയത്തില്ലായിരുന്നു. ഇന്ന് പകൽ ഞാനൊരു വെളിപ്പാട് പ്രാപിച്ചു. അത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ, ദാനിയേലെ പോലെ വീഴ്ത്തപ്പെട്ട. ഗർജിക്കും സിംഹങ്ങൾ വസിക്കും ഗുഹയിൽ, ദാനിയേലെ പോലെ വീഴ്ത്തപ്പെട്ട. സിംഹത്തെ സൃഷ്ടിച്ച ഗദായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളൂ. സിംഹത്തെ സൃഷ്ടിച്ച കൺമണി പോലെന്നെ കാത്തുകൊള്ളൂ. ഓ പാടിയ 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 പാടിയ. ആവിചാരത്തെ കണ്ട പതറത്തില്ല, മന്ത്രവാദങ്ങളെ കണ്ട പതറത്തില്ല, ക്ഷുദ്രങ്ങളെ കണ്ട പതറത്തില്ല. ആമേൻ. പറ 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 പറ. ഇല്ല ഞാൻ പ്രലോഭനം എക്കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ അന്ത്യം വരെ. എക്കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ അന്ത്യം വരെ. മുമ്പിൽ ചെങ്കടലാ തീരച്ചാലേറിയ, പിമ്പിൽ വൻവയലേ പിൻഗമിച്ച. മുമ്പിൽ ചെങ്കടലാ തീരച്ചാലേറിയ, പിമ്പിൽ വൻവയലേ പിൻഗമിച്ച. ചെങ്കടലിൽ കൂടെ ചെങ്കൽ പാതയൊരുക്കി അക്കരയെത്തിക്കും ജയാളിയാ. ചെങ്കടലിൽ കൂടെ ചെങ്കൽ പാതയൊരുക്കി അക്കരയെത്തിക്കും ജയാളിയാ. ഓ പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിരുന്നു. ഓ It's a supernatural man. Supernatural man. Supernatural man.
ശരീരത്തോടെ കൈകൊള്ളും മഹത്വത്തിൽ ഞാൻ ഉയർത്തും, ഞാൻ ഉയർത്തും, ഞാൻ ഉയർത്തും, ഞാൻ ഉയർത്തും. പിതാവും ക്രിസ്തുവും ഇപ്പൊ ഇരിക്കുന്നത് എവിടെ? കണ്ടിടത്തോടെ പറ. അയ്യോ, എന്റെ അകത്ത് നല്ല ചോണയോടെ പറ. ഹല്ലേലൂയ. പിതാവ് യേശു എവിടെ ഇരിക്കുന്നത്? പറ. നിങ്ങൾക്ക് സംശയം ഉണ്ടാ? അപ്പൊ അടുത്തത് പോയി അറബി മുഴുവൻ നമ്മുടെ കൈക്ക്. കാരണം യേശു എവിടെ ഇരിക്കുന്നത്? സംഭവിക്കാൻ പോവാ. കർത്താവിനോട് പറയും, നിങ്ങളുടെ സ്റ്റാഫുകളുടെ ഇടയിൽ ഒരു ചലനം നടക്കാൻ പോകും. സ്റ്റാഫുകളുടെ ഇടയിൽ ഒരു ചലനം നടക്കാൻ പോകും. കർത്താവിനോട് പറയുന്നത് സൂപ്പർ മാർക്കറ്റുകളെ തിരിക്കാൻ പോകുന്നു. സൂപ്പർ മാർക്കറ്റുകളെ തിരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സൂപ്പർ മാർക്കറ്റുകളെ തിരിക്കാൻ പോകുന്നു. കടൽ തീരങ്ങൾ സ്നാനക്കടവാകുന്നു. കടൽ തീരങ്ങൾ സ്നാനക്കടവാകുന്നു. കടൽ തീരം. അവൻ കർത്താവിനോട് പറയുന്ന, അച്ഛൻ നിങ്ങൾ ആ ദൈവസഭയ്ക്ക് ഒരു തൂണാകട്ടോ. നിങ്ങൾ ആ ദൈവസഭയ്ക്ക് തൂണ്. അവൻ വലിയ പബ്ലിക് പ്രാസംഗം അവിടെ കാണുന്നില്ല. പക്ഷെ ഒരു കൂട്ടം ആത്മാക്കളെ സഭയിലേക്ക് ഇടിച്ചു കയറ്റാൻ അവൻ ഒരു വെളിച്ചമായിട്ട് തന്നെ നട്ടിരിക്കുന്നു. കർത്താവിനോട് പറയുന്നത് സംഭവിക്കാൻ പോവാം. ഈ മാനേജർ പോലെയുള്ള MD പോലെയുള്ള പൊസിഷനിലുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരെല്ലാം തിരിക്കാൻ പോകുന്നുവെന്ന് കർത്താവിനോട് പറയുന്നു. ഞാൻ ഇന്ന് ഈ സന്ധ്യയിൽ ഞാൻ ഈ അഭിഷക്തനെ ആ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി രഹസ്യമായോ പരസ്യമായോ ഒരു സൈന്യത്തെ വെള്ളത്തിലിറക്കാനുള്ള പ്രാപ്തിക്കായി ഒരു വെളിച്ചത്തിന്റെ അഭിഷേകത്താൽ ഒരു ശക്തമേറിയ ഉണർവിന് വേണ്ടി ഞാൻ ഇദ്ദേഹത്തെ തിരിച്ചുവിടുന്നു. യേശുവിന്റെ നാമത്തിൽ തിരിച്ചുവിടുന്നു. മിടിക്കുഴിയിലെ ഇമ്പാർട്ടേഷൻ നടന്നില്ലേ? ഇതേ നടക്കുന്നു. സ്വീകരിച്ചോ. You are not an ordinary person. You are an extraordinary, supernatural. Shatara kasmatara lekas mahatana lekas yantara tana. ഒരു ഭയങ്കര ഇംപാർട്ടേഷൻ നടക്കുന്നു. അസാധാരണമായ പ്രൊഫറ്റിക്കൽ റെലം. ഇത് ആരെയോ തിരിക്കുന്നു കേട്ടോ. ആരെയൊക്കെയോ തിരിക്കുന്നു. വന്നതല്ല മകനെ, വന്നതല്ല. ഞാൻ നിന്നെ കൊണ്ടുവന്നതാ. നിങ്ങൾക്കൊരു വീടുണ്ടാകും. ആ വീട്ടിലൊരു മാളിക മുറി ഉണ്ടാകും. ആ മാളിക മുറി ഉണർവിന്റെ മുറിയായിരിക്കും. കർത്താവിനോട് അങ്ങനെ പറയുന്നു. നിങ്ങൾക്കൊരു വീടുണ്ടാകും. ആ വീടിന്റെ മുകളിൽ ഒരു മാളിക മുറി ഉണ്ടാകും.
ആ മാളിക മുറി ഉണർവിന്റെ മുറിയായിരിക്കും. പോരാതെ ജനം കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ട അഭിഷേകത്തിൽ നിറഞ്ഞ ആത്മപ്രവാഹത്തോടെ സിനിമാ തിയേറ്ററുകളിൽ അടുത്ത ഷോയ്ക്ക് ആൾക്കാരെ ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിൽക്കുന്നത് പോലെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അങ്ങനെ ഒരു വെളിപ്പാട് പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടായിരുന്നു പറയുന്നേ. അങ്ങനെ ഒരു ദിവസം വരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം വരുന്നു. അധികം വൈകാതെ തന്നെ സൂപ്പർ നാച്ചുറൽ തലത്തിലേക്ക് കയറും. ദൈവം എന്നെ കാണിക്കുന്ന ഇങ്ങനെ എന്തോ കമ്പ്യൂട്ടറുകളിലൊക്കെ എന്തൊക്കെ ചില പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ചില വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് മേഘം പോലെ അതിനകത്തിന്റെ ചില പിക്ചറുകൾ ഇങ്ങനെ പ്രത്യക്ഷമാണ്. അത് റെവലേഷനാണ്. ഈ ചില അക്കൗണ്ടുകളെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ടല്ലോ, ആ അക്കൗണ്ടുകളിൽ കൂടി ചില ദൈവത്തിന്റെ ഇടപെടലുകൾ ഇങ്ങനെ ഉണ്ടാകാൻ പോകും. അങ്ങനെ ഒരു ആത്മതലം കർത്താവ് തുറക്കുന്ന കേട്ടോ. ഒരു വ്യക്തി അടുത്ത് വന്നാൽ അങ്ങ് വിവേചിക്കാൻ തുടങ്ങും. ഒന്ന് വിളിച്ചാൽ അങ്ങ് വിവേചിക്കും. ഒരു ഭയങ്കര ഇമ്പാർട്ടേഷൻ നടക്കുന്നു. ദൈവം എന്നോട് പറയുന്നു, നിങ്ങൾ ഒത്തിരി രോഗികളെ സൗഖ്യമാക്കാൻ പോകുന്നു. സൂപ്പർ നാച്ചുറൽ ഫലങ്ങൾ തുറക്കപ്പെടുന്നു. കർത്താവ് എന്നോട് പറയുന്നു, ഒരു ബ്രാക്കറ്റ് പീരീഡ് വരെ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ആമേൻ. താമസിയാതെ തന്നെ ആമേൻ പത്രോസിന്റെ പടക നിറഞ്ഞതുപോലെ ഒരു നിറവുണ്ടാകും. സഭ പ്രാർത്ഥിച്ച് എന്തൊരു പ്രൊഫറ്റിക്കൽ റലം ഓപ്പൺ ആകുന്നു. പത്രോസിന്റെ പാടക നിറഞ്ഞതുപോലെ ഒരു നിറവുണ്ടാകും കേട്ടോ. ഇന്നത്തെ ശൂന്യത മാറും. ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ചിലതിന് നിറവ് വെളിപ്പെട്ട അടുത്ത സെക്കൻഡ് ഞാൻ പുറത്തിറക്കും. പിന്നിട്ട ദിനങ്ങൾ മനുഷ്യനെ പിടിക്കുന്നവനാണെന്ന് കർത്താവ് എന്നോട് പറയുന്നു. മനുഷ്യനെ പിടിക്കുന്നവനാ ഹതാനിയാധര. ഇന്ന് പകലിങ്ങനെ കാണിക്കുന്ന ഈ ഫാമിലിയോട് ചേർന്ന് ചില രാജ്യങ്ങളിൽ ഇങ്ങനെ പോകുന്നത് കർത്താവിനെ കാണിക്കുന്നു. ഒറ്റയ്ക്കല്ല, ഫാമിലിയോട് ചേർന്ന് ചില രാജ്യങ്ങൾ. ടൂറല്ല, ഒരു സ്പിരിച്വൽ മൂവ് ആണ്. എന്താ, ആരൊക്കെയോ ചിലരെ എഴുന്നേൽപ്പിക്കേണ്ടതിന്, റിവൈവിന് വേണ്ടി എഴുന്നേൽപ്പിക്കേണ്ടതിന്, തളർന്നും ക്ഷീണിച്ചും മടുത്തും കിടക്കുന്ന ചിലതിനെ തട്ടി ഉണർത്തേണ്ടതിന് കുടുംബമായ ഒരു യാത്ര ഇങ്ങനെ കർത്താവിനെ കാണിക്കുന്നു. ഞാനിങ്ങനെ കാണുക, ഫ്ലൈറ്റുകളിൽ കയറുന്നതും ഇറങ്ങുന്നതും അങ്ങനെയുള്ള ചില വെളിപ്പാടുകൾ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യക്ഷത്തിൽ ഒരു TV സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ എന്നെ കാണിക്കുന്നു. നിങ്ങളൊരു അത്ഭുത വിഷയമാകും കേട്ടോ. ഒരുപാട് പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് എനിക്കാരുമില്ലെന്ന്. സഹോദരങ്ങളില്ല, രക്തബന്ധങ്ങളില്ല, സ്നേഹബന്ധങ്ങളില്ല, എല്ലാം കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമാ. ആമേൻ. എന്റെ ഞെരുക്കത്തിന്റെ സന്ദർഭങ്ങളിൽ ആരുമില്ലെന്ന് ഒരുപാട് പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് എന്നോട് പറയുന്നു, ഒരു വലിയ സൈന്യത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആമേൻ മാറി നിൽക്കുക എന്ന് പറയത്തക്ക വിധത്തിൽ, ഞാൻ അങ്ങനെ വിട്ടു പോകത്തില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ചിലത് ആമേൻ മധുരത്തിലേക്ക് ഉറുമ്പിനെ ആകർഷിച്ചതുപോലെ അഭിഷേകത്തിലേക്ക് ആകർഷിക്കട്ടോ. കർത്താവേ, ഇന്ന് പകല വെളിച്ചം ആമേൻ പരസ്യമായി വെളിപ്പെടട്ടെ. അത് ഇംപാക്ട് ചെയ്യുന്നു. ഇപ്പോ ഇംപാക്ട് ചെയ്യുന്നു. I impact the anointing. I impact the spirit. I impact the prophetical anointing. I impact the healing gift. I impact the anointing.
Jesus mighty name. നിങ്ങൾ ആള് മാറി, നിങ്ങളുടെ റേലം മാറുന്നു. സഭ കൈകൾ തട്ടി ആത്മാവിൽ ഓ എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും പറയാമോ? ഞാൻ പറഞ്ഞു കൊണ്ട് സുഖമില്ലാത്തതുകൊണ്ട് വയ്യാത്തതുകൊണ്ട് വർഷം വല്ലാതെ ഇതായതുകൊണ്ട് പറയുന്നില്ല. മാസം പറഞ്ഞാൽ എന്നാൽ കർത്താവിനോട് ഇടപെട്ടു. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുകയും. ഞാൻ യോഹന്നാന്റെ സുവിശേഷം നോക്കുകയാണ്, അതെവിടെയായിരുന്നു? ആ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയയുടെ അടുക്കൽ ചെന്ന് അവിടെ വിരുന്നുമായി പറഞ്ഞു ഇവിടെ വീഞ്ഞില്ല എന്ന് മറിയ അറിഞ്ഞപ്പോൾ മറിയ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അവിടെ വീഞ്ഞില്ല എന്ന്. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ നിനക്കും എനിക്കും തമ്മിൽ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ മറിയക്കറിയാം ഇവൻ അസാധാരണ വ്യക്തിയാണ്. അതുകൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുകയും. അടുത്ത നിമിഷം എന്നെ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലേക്ക് കാണിച്ചത് ആഴത്തിലേക്ക് നീക്കി വല ഇറക്കുക. അത് തന്നെയാണ് പാസ്റ്റർ എന്നോട് പറഞ്ഞത്. ഞാൻ ഈ സഭയെ നോക്കി പറയുന്നു, നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കി കഴിയുമ്പോൾ ഒരു കൂട്ടം ഒരു കൂട്ടം ആത്മാക്കൾ ഈ പടക് നിറയുന്ന രീതിയിലേക്ക് ഈ സഭയിലേക്ക് ഇടിച്ചു കയറുവാൻ പോകുകയാണ്. നിങ്ങൾ മറ്റുള്ളവരേക്ക് പകരുന്ന രീതിയിലേക്ക് ഈ ദേശത്തിന്റെ മറ്റുള്ള ദേശങ്ങളിലേക്ക് വ്യാപരിച്ച് അനേകർക്ക് നിങ്ങൾ ഒരു അത്ഭുത വിഷയമാകുവാൻ പോവുകയാണ്. നിങ്ങളെ നിന്ദിച്ചവർ, നിങ്ങൾ എന്തിന് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയെന്ന് ചോദിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ മറ്റുള്ളവരേക്ക് പകരുന്ന ലെവലിലേക്ക് കർത്താവ് നിങ്ങളെ ആക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ പേരുകൾ മാറപ്പെടുവാൻ പോവുകയാണ്. ഈ ദേശത്തിന്റെ പേര് മാറ്റപ്പെടുവാൻ പോവുകയാണ്. ഈ ദേശത്തിന്റെ പേര് ഈ ചർച്ചിന്റെ പേരിൽ അറിയപ്പെടുവാൻ പോവുകയാണ്. ഓരോ കസേരകളിലും ദൂതന്മാർ ഇറങ്ങിയിരിക്കുമ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ പറയുന്നു, അനേക വ്യക്തി ജീവിതങ്ങൾ ഇതിലേക്ക് കടന്നു വന്ന് വിടുതൽ പ്രാപിക്കും. ഇത് ഈ ഹോൾ മാറും. അനേകരെ ഇരുത്തുന്ന, ആയിരങ്ങൾ ഇരുത്തുന്ന ഒരു വലിയ ഹോളിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. ദൈവം അതിനായി വഴികളെ ഒരുക്കാൻ പോവുകയാണ്. കരങ്ങൾ തട്ടി അന്യഭാഷകളിൽ ആർപ്പിട്ട് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ ശബ്ദം ഉയർത്തി അഭിഷേകത്തിൽ നിറഞ്ഞ അതിനെ സ്വീകരിക്കുക. കമാൻ സ്വീകരിക്കുക. ഈ അവൻ സന്ധിയിൽ നിങ്ങളകത്ത് പകരപ്പെടുന്ന ദൈവത്തിന്റെ അഭിഷേകം അത് സാധാരണ അഭിഷേകമല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. പ്രിയൻ കാത്തിരും എന്നാഥൻ നടത്തിയിടും അന്ത്യം. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ അന്ത്യം വരെ കിരിത്തു തോട്ടിലെ വെള്ളം വറ്റിയാൽ കക്കയിൻ വരവ് നിന്നിടിലു. കിരിത്തു തോട്ടിലെ ശരധരെ സാരാഭാതുരുക്കി ഏലിയാനെ പോറ്റിയ പോറ്റിക്കൊള്ളു. സാരാഭാതുരുക്കി ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ആമേൻ. ഇന്ന് നിങ്ങളുടെ പേര്, ഓമന പേര് ചിപ്പി എന്നാണ്.
ഒരു ചിപ്പി തന്നെയാണ്. ഹല്ലേലൂയ. ആമേൻ. ചിപ്പി ഇന്ന് വെള്ള വസ്ത്രധാരിയായിട്ട് ഇങ്ങനെ നിൽക്കുക. ആമേൻ. ഈ ചിപ്പിയെ ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് തൊടുപുഴയുടെ സിറ്റിയുടെ നടുക്ക് കൊണ്ട് ലൈറ്റ് ഇല്ലാത്ത ഇരുട്ടത്ത് നിർത്തിയാലോ ഈ വെള്ള കാണാൻ കഴിയും. ഹല്ലേലൂയ. സൂര്യനില്ല, ചന്ദ്രനില്ല, ഇലക്ട്രിക്കിന്റെ പ്രകാശങ്ങളില്ല, ഒന്നുമില്ലെങ്കിലും ചിപ്പിയെ ഇന്ന് രാത്രി ആമേൻ ഇരുട്ട് മൂടിയ ഒരു സ്ഥാനത്ത് കൊണ്ട് നിർത്തിയാലും ഇരുട്ടിനെ ആക്രമിച്ചുകൊണ്ട് ഈ വെളിച്ചം അവിടെ പ്രത്യക്ഷത്തിൽ കാണും. അങ്ങനെയാണെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഉള്ള നിങ്ങൾ ഇരുട്ടിനെ തൊടുക. എങ്ങനെ ഇരുട്ട് നിങ്ങളെ ആക്രമിക്കാം? ഇന്ന് പകൽ കമാൻ ചർച്ച്, കമാൻ വെളിപ്പാടിനെ സ്വീകരിക്കാം, വെളിപ്പാടിനെ സ്വീകരിക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ഒറ്റ ദൈവശക്തിയുടെ വലുപ്പത്തെ ഇന്ന് സഭയിൽ മനസ്സിലാക്കുക. ഞാൻ എന്റെ പിതാവിലും പിതാവ് എന്നിലുമാണ് ഇപ്പോൾ യേശു ഇരിക്കുന്നത്. ചുമ്മാതെയെങ്കിലും ഇന്ന് വീട്ടിൽ പോയിട്ട് 2 ചവിട്ടം. ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ചുമ്മായെങ്കിലും പോയി ചവിട്ടണം. സ്തോത്രം. ട്യൂബ് ലൈറ്റ് അടുത്ത് പോയാൽ, സോറി ട്യൂബ് ലൈറ്റ് അല്ല, ഫോക്കസ് ലൈറ്റ് അടുത്ത് പോയി. ട്യൂബ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ചില ട്യൂബ് ലൈറ്റുകൾ ഇങ്ങനെ, അതിന് ട്യൂബ് ലൈറ്റ് വേണ്ട, ഫോക്കസ് ലൈറ്റ്. ഫോക്കസ് ലൈറ്റ് അകത്ത് പോയാൽ ഇരുട്ട്. പറ, ഇരുട്ടേ നിനക്ക് എന്നിൽ ഒന്നുമില്ലെന്ന് പറയാം. ഇവിടെ പറയുമ്പോ അവിടെ ഇളകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആ വാക്യം വായിച്ച, അത് വായിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. സ്തോത്രം. ആമേൻ. അന്നേരം ദൂതങ്ങ് കയറി വന്നു. സ്തോത്രം. ആമേൻ. അപ്പൊ പെട്ടെന്ന് വായിച്ചേ. എന്തുവാ പറഞ്ഞ? ഞാൻ പിതാവിലും പിതാവും എന്നിലും വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത് പറയാൻ വേണ്ടിയാ ആ പാകെടുത്ത്. അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വായിച്ചേ. ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. അത് പറയണം. ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. കൈകൾ തട്ടി അന്യ ഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഇതാണ് എന്റെ ബൈബിൾ. ഇതിനകത്ത് പിറ്റ് പേപ്പറില്ല, തുണ്ട് പേപ്പറില്ല, ഡയറി കുറിപ്പില്ല, ഒന്നുമില്ല. ഞാൻ ഇതൊന്നും എടുത്തോണ്ടും അല്ല ഇവിടെ വന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്നിൽ നിന്നല്ല ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്ല പിടികിട്ടിയോ? ഞാൻ എന്നിൽ നിന്നല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിൽ നിന്ന് എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോട്ടോ നാളെ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. മറക്കാതെ എൻ്റെ വാട്സപ്പ് അപ്ഡേറ്റ് നാളെ കാണുക. ഞാനൊരു മെസ്സേജ് എടുക്കാൻ ഇങ്ങനെ ഒരു ടേബിളിൽ ഇരുന്നാൽ കുറഞ്ഞത് 14 പുസ്തകങ്ങൾ ഇരിക്കും ഇങ്ങനെ. ആമേൻ. പ്രാർത്ഥന എന്നൊരു സബ്ജക്റ്റാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചാൽ ആമേൻ അതിനകത്ത് ബൈബിൾ ഡിക്ഷണറി, ബൈബിൾ കൺകോർഡൻസ്, പിന്നെ ആംപ്ലിഫൈഡ് ബൈബിൾ, ആമേൻ ഡേറ്റ്സ് ബൈബിൾ, ആമേൻ ഇങ്ങനെ വെറൈറ്റി ബൈബിൾസ്, പ്രയർ ബുക്ക്, ഇങ്ങനെ 14 പുസ്തകങ്ങൾ ഇങ്ങനെ ടേബിളിൽ നിറച്ച് കാണും. എന്നിട്ട് യാചിക്കുന്നത് വിശ്വസിച്ച് എന്നൊരു പദം വന്ന ഇവിടെ മുതൽ തുടങ്ങും. അങ്ങനെ വായിച്ച് കുറിപ്പെടുത്തും. എടുത്ത് കുറഞ്ഞ പക്ഷം ഒരു 10 മണിക്കൂർ 15 മണിക്കൂർ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അതൊരു 3 മാസം പ്രസംഗിക്കും. അങ്ങനെ ഫിൽ ചെയ്ത് എത്രയോ ഡയറികൾ എൻ്റെ വീട്ടിലുണ്ട്. സ്തോത്രം. ഞാൻ ഇന്ന് എൻ്റേതിൽ നിന്ന് എന്തെങ്കിലും പ്രസംഗിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആമേൻ ഞാൻ ഈ കുറിപ്പുമായിട്ട് വരുമായിരുന്നു. ഞാനിവിടെ വന്നത് കുറിപ്പായിട്ടല്ല, കർത്താവിനെ ഏൽപ്പിച്ച ദൂതുമായിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ഞാൻ എന്റേതിൽ നിന്നല്ല, എന്നിൽ നിന്നുള്ള യേശുവിൽ നിന്നാണ് ഇതെല്ലാം പുറത്തോട്ട് വന്നിരിക്കുന്നത്.
ഹല്ലേലൂയ. എനിക്ക് മീനാക്ഷിയോട് ഒരു ദൂത് പറയാൻ ഒരു നിയോഗവും ഇല്ലായിരുന്നു. ആമേൻ. എനിക്ക് ആമേൻ വിൽസൺ അച്ചാനോട് ദൂത് പറയാൻ ഒരു നിയോഗവും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ നിയോഗം എവിടെ നിന്ന് വന്നോ? അവന് ഇഷ്ടം തോന്നി അവൻ സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റേതിൽ നിന്നല്ല, പിന്നെയോ എന്നിൽ വസിക്കുന്ന പിതാവ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ നടക്കത്തില്ല, പക്ഷെ യേശു പറഞ്ഞാൽ നടക്കും. യേശു പറഞ്ഞാൽ നടക്കും. സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ ആയിരിക്കും. വഴികൾ തുറക്കപ്പെടുമെന്ന് പറഞ്ഞാൽ തുറന്നിരിക്കും. വിടുതലുകൾ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സംഭവിച്ചിരിക്കും. ഓ, ഭൂതങ്ങൾ അഴിയുമെന്നാൽ അഴിഞ്ഞിരിക്കും. ആ വിചാരം കത്തിപ്പോകുമെന്ന് പറഞ്ഞാൽ കത്തിപ്പോയിരിക്കും. നിന്റെ തലമുറയെ ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കും. അതിനെതിരെ എത്ര ഓളങ്ങൾ എഴുന്നേറ്റാലും ഞാൻ എന്നിൽ നിന്നല്ല, എന്നിൽ വസിക്കുന്ന പിതാവത്രേ. ഈ വലത് കാലിന്റെ ഈ വലത് കാലിന്റെ ഇവിടെ മുതൽ ഈ ഭാഗം, പ്രത്യേകിച്ച് ഈ ഭാഗം ഇങ്ങനെ കഴിച്ചു പോകുന്ന പോലെ ഭയങ്കര വേദന എടുക്കുന്നത് പോലെ, ഭയങ്കര വേദന, നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പോലെ ഈ ഭാഗം അങ്ങനെ ഭയങ്കര അസ്വസ്ഥത അനുഭവിക്കുന്ന ആരോ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഈ പോർഷൻ ആരാ? എഴുന്നേറ്റേ. സൗഖ്യമാക്കുന്ന യേശു. നീ ഒത്തിരി ഊട്ടഞ്ഞവളാ മകളെ, നീ ഒത്തിരി ഊട്ടഞ്ഞവളാ, നീ ഒത്തിരി തകർന്നവളാ. സ്തോത്രം. നിന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് നീ ഇന്ന് രാത്രി ഇവിടെ വന്നത് കേട്ടോ. ഈ സന്ധ്യ നീ ഇവിടെ വന്നത്, നിന്റെ ഹൃദയത്തിനകത്ത് ഒത്തിരി ചോദ്യമാണ്. നിന്റെ കുടുംബതലത്തിൽ നിന്ന് നീ ഒത്തിരി മുറിവുകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി മുറിവുകൾ നീ ഇങ്ങനെ അനുഭവിക്കും. നിന്റെ രക്തബന്ധങ്ങൾ എന്ന് പറയപ്പെടുന്ന പലതും നിനക്കെതിരെ ഭയങ്കര വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. നിന്റെ ജീവിതത്തെ തന്നെ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റാൻ ആമേൻ ഭയങ്കര വെല്ലുവിളികൾ ഉയർന്നു നിൽക്കുന്നത് കർത്താവിന്റെ ആത്മാവിനെ കാണിക്കുന്നു കേട്ടോ. സ്തോത്രം. നിന്റെ 9ാം ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ന് നീ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. ഒരുപാട് വെല്ലുവിളികളെ ഇങ്ങനെ അതിജീവിക്കും. നീ ഉറങ്ങാത്ത രാത്രികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ഉറക്കം വരുന്നില്ല. ഒരു ഭ്രാന്തി പോലെ ഹൃദയാന്തകമായി ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കി ഉടയപ്പെട്ട അവസ്ഥയിൽ ഭാരപ്പെടുന്ന നിന്റെ ആത്മതലത്തെ, നിന്റെ ഭൗമതലത്തെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുന്നു കേട്ടോ. നീ വന്നതല്ല കുഞ്ഞെ, ഞാൻ നിന്നെ കൊണ്ടുവന്നതാണെന്ന് കർത്താവ് പറയുന്നു. ഞാൻ നിന്നെ കൊണ്ടുവന്നതാ. നീ എഴുന്നേറ്റ് നടക്കല്ല. നീ എഴുന്നേറ്റ് നടക്കല്ല. 2 പ്രാവശ്യം അപകടം വിതച്ച് നിന്നെ തീർത്തു കളയാൻ പിശാച് പദ്ധതിയിട്ടതാ. ഫലാവർത്തി ആത്മഹത്യ ചിന്തകൾ നിന്നെ വേട്ടയാടിയതാ. പക്ഷെ കർത്താവിനോട് പറയുന്നില്ല കേട്ടോ, ഒരു ശത്രുവിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഒരു പ്രതിഫലമുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അപ്രത്യക്ഷിതമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയം വെട്ടിക്കളിയും പച്ചപ്പുഴുവും വീട്ടിലും തുള്ളനും തിന്നുകളഞ്ഞത് രക്തിയായി ഞാൻ നിനക്ക് മടക്കി തരും. കർത്താവിന്റെ ആത്മാവെന്നത് പറയും, നഷ്ടപ്പെട്ട ഇതൊക്കെയോ ചില നന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. 4/11 എന്നൊരു ഡേറ്റ് കർത്താവിനെ കാണിക്കുന്നു. 4/11 എന്നൊരു ഡേറ്റ് കർത്താവിനെ കാണിക്കുന്നു. ഞാൻ ഈ ദൂതുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ദേഹം മുഴുവൻ ഭയങ്കര അസ്വസ്ഥതയാണ്. ഇങ്ങോട്ടൊന്ന് വരാമോ? ഞാൻ മാത്രം കാണുന്ന പോലെ വെച്ചാൽ മതി. നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കുന്നു. നീ ദൈവത്തിന്റെ പ്രിയയാണ്. ആമേൻ. രൂത്ത് മോവാബ്യ ദൈവങ്ങളെ വിട്ട് നഹോമിയുടെ പുറകെ ഇറങ്ങി വന്നപ്പോ ബോവസിന്റെ വയലിന് അധികാരിയായി മാറി കേട്ടോ.
ലേറ്റസ്റ്റ് മാറ്റം. എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടി, ആരും കാഴ്ചക്കാരാകരുത്. പ്രാർത്ഥിച്ചോണ്ടിരുന്നു. എനിക്കറിയത്തില്ല, ഈ സൺഡേ ഈ മോക്ക് വേണ്ടിയുള്ളതാ, ഇവൾക്ക് വേണ്ടിയുള്ളതാ, ഇവർക്ക് വേണ്ടിയുള്ളതാ. ഈ സൺഡേ ഇവർക്ക് വേണ്ടി. ഇവിടെ വിടുതലുടെ രാത്രി, അന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, പാപം പടിഞ്ഞ മോവാബിയ ദൈവങ്ങളെ സേവിച്ച് പാപത്തിന് അധീനയായിരുന്ന ഒരു തലമുറയിൽപ്പെട്ട രൂത്ത് മോവാബിയ ശക്തികളെ വിട്ടിട്ട് നഹോമിയുടെ പുറകെ ഇസ്രായേലിന്റെ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് ആമേൻ യെരൂശലേമിലേക്ക് വന്നപ്പോൾ ബോവസിന്റെ വയലിന് അധികാരിയായതുപോലെ ആമേൻ ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിച്ച നിനക്ക് അവനിൽ കൂടി സമൃദ്ധിയായ നന്മയുണ്ടാകും കേട്ടോ. തൊടുന്നു. ശക്തി വ്യാപരിക്കുന്നു. Come on. Satan, I break your power. I break your power. I will receive the holy anointing. തൊടുന്നു. ഭയങ്കര ശക്തി ഇതിനെ സ്പർശിക്കുന്നു. നീ ഒരു അഭിഷക്തയാ, നീ ഒരു പ്രവാചകയാ. ദൈവം നിന്നെ പൊക്കിയെടുക്കുന്നു. പ്രാപിച്ചോ. ഒരു ഹെവി അനോയിന്റിംഗ്. അസാധാരണമായ ഇമ്പാർട്ടേഷൻ നടക്കുന്നു. കല്ല് ഉരുണ്ടു പോകുന്നത് പോലെ നിന്റെ ഹൃദയത്തിനകത്ത് ചില ഭാരങ്ങൾ ഇരുണ്ടു മാറുന്നു. സിസ്റ്റർ, നിങ്ങൾക്ക് നിങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ഭയങ്കര ദൈവശക്തി നിങ്ങളെ രാത്രി തൊടുന്നു. സ്വീകരിച്ചോ. ആശകൾ പുതിയതായി കൊണ്ട് ഒഴുകട്ടെ. ഏലിയാവിൽ നിന്നൊരു പുതപ്പ് ഏലീശയുടെ മേൽ വീണതുപോലെ ഈ മകളുടെ മേൽ ഒരു സെക്കൻഡ് ടച്ച്, ഒരു സൂപ്പർ നാച്ചുറൽ അനോയിന്റിങ്ങിനെ ഞാൻ റിലീസ് ചെയ്യുന്ന ഇപ്പൊ എല്ലാ കേഴ്സസിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്ന ഇപ്പൊ. കാല് സൗഖ്യമാകുക. അസ്ഥികൾ സൗഖ്യമാകുക. ഇവിടെ കുടുംബതലവുമായി ബന്ധപ്പെട്ട് സ്വാധീനിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ സ്വാധീനമേ ആ ഭവനത്തിനകത്ത് പുറത്തു പോ. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ അതിരുകളെ ദൈവശക്തി ഇറങ്ങുന്നു. വീടിന്റെ ഉള്ളറയിൽ ഒരു സാന്നിധ്യം ഇറങ്ങുന്നു. ഇന്ന് നിങ്ങൾ വന്നതുപോലെയല്ല. നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ഭയങ്കര ചേഞ്ച് വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ കാണും. ഒരു ഭയങ്കര പ്രകാശം ആ വീടിനകത്ത് കാണും. ആ തല മുതൽ പാദം വരയ്ക്കും ഒരു ഭയങ്കര അനോയിന്റിംഗ് ഫ്ലോ ആകട്ടെ. ഇപ്പം സഭ പ്രാർത്ഥിച്ച് വലത്തെ കാലിൽ നിന്ന് ഒരു സർപ്പത്തിന്റെ ശക്തി അഴിഞ്ഞു പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആ മുഴങ്കാലം മുതൽ കഴച്ചു പൊട്ടുന്ന പോലെ അല്ലാത്ത അശ്വതത കൊണ്ടിട്ട് അവനെ വേദനിപ്പിച്ച് നടക്കുമ്പോ പ്രയാസങ്ങളെ കൊണ്ടുവന്ന് നിൽക്കുമ്പോ പ്രയാസങ്ങളെ കൊണ്ടുവന്ന് രാത്രികളിൽ കിടക്കുമ്പോ ഉറക്കത്തിന് പോലും അശ്വസതയോട്ട് ആ കാലിൽ സ്വാധീനിച്ചു നിൽക്കുന്ന ആ ബന്ധനത്തെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ജീസസ് മൈറ്റി നെയിം. എല്ലാവരും പ്രാർത്ഥിച്ച് തലയിൽ നിന്നൊരു ഭയങ്കര ഭാരം അഴിഞ്ഞു പോകും. ഒരു രണ്ട് ഒരാൾ വീഴ്ച പിടിച്ചോ.
ഒരു ഭയങ്കര ഭാരം അഴിഞ്ഞു പോകുന്നു, ഭാരം അഴിഞ്ഞു പോകുന്നു. ആമേൻ. പാരമ്പര്യമായി സേവാശക്തി എന്നോ സേവിച്ചു വന്ന ബന്ധനം എന്നൊക്കെയോ ആമേൻ ഈ കുടുംബത്തോട് അവകാശം പറഞ്ഞു നിൽക്കുന്ന പാരമ്പര്യത്തിന്റെ വ്യാപാരങ്ങളോടും ഇന്ന് രാത്രി ദൈവത്തിന്റെ അഭിഷക്തനായി ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഇന്നോടെ ഇവളുടെ മേലുള്ള നിന്റെ സകല അവകാശവാദങ്ങളെയും ഞാൻ ഈ സന്ധിയിൽ മുറിക്കുന്ന പിശാചേ, നിന്റെ നിയമപരമായ അവകാശവാദങ്ങളെ ഞാൻ മുറിക്കുന്നു. ആഴിഞ്ഞവാര പിശാചേ. ഹല്ലേലൂയ. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തുള്ള എല്ലാ തിരസ്കരണങ്ങൾ അഴിഞ്ഞു പോകുന്നു കേട്ടോ. തിരസ്കരണങ്ങൾ അഴിഞ്ഞു പോകുന്നു, തിരസ്കരണങ്ങൾ അഴിഞ്ഞു പോകുന്നു, അഴിഞ്ഞു പോകുന്നു. നീ നിനക്ക് ശപിക്കപ്പെട്ടവൾ എന്ന് മുദ്ര കുത്തപ്പെട്ടവളാ. നീ പലപ്പോഴും അങ്ങനെ വിചാരിച്ചവളാ. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നീ ഒരു അനുഗ്രഹമാകട്ടോ. ഇന്ന് മുതൽ നിന്റെ കുടുംബത്തിന് അനുഗ്രഹമാ, ദേശത്തിന് അനുഗ്രഹമാ, ദൈവസഭയ്ക്ക് അനുഗ്രഹമാ. സിസ്റ്റർ, നിങ്ങളുടെ ക്യാരക്ടർ ടോട്ടലി മാറുവായി. കർത്താവിനെ കാണിക്കുന്നു ഭയങ്കരമായി ദേഷ്യം വരും. ഇവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് എഴുന്നേക്കാൻ വെച്ച് ഇങ്ങോട്ട് വാ. ഞാൻ ഈ പറഞ്ഞതെല്ലാം ശരിയാണോ? ശരിയാണോ? ഹല്ലേലൂയ. ഇവർക്ക് ഭയങ്കര ദേഷ്യമില്ല. ഇന്ന് മുതൽ മാറുക. അവരുടെ ക്യാരക്ടർ കർത്താവ് മാറ്റുക. ക്യാരക്ടർ കർത്താവ് മാറ്റുക. ഞാൻ പറയും, നിങ്ങളല്ല സിസ്റ്ററെ, നിങ്ങളുടെ അകത്തുള്ള ആന്തരിക മുറിവാണ് നിങ്ങളുടെ സ്വഭാവത്തെ അങ്ങനെ മാറ്റിയത്. നിങ്ങളുടെ അകത്തിരിക്കുന്ന ആന്തരിക മുറിവ് നിങ്ങൾ പലപ്പോഴും പറയും, എനിക്ക് അർഹിക്കുന്ന സ്നേഹം ലഭിക്കുന്നില്ലെന്ന്. അർഹിക്കുന്ന സ്നേഹം ലഭിക്കാത്തവളാ. അവൻ ആ സ്നേഹത്തിന് വേണ്ടി നീ എവിടേക്കോ കൊതിച്ചു, അതെല്ലാം നിനക്ക് ചതിയായി, അതെല്ലാം നിനക്ക് മുറിവായി. പക്ഷെ ഇന്ന് പകൽ ഒരിക്കലും ചതിക്കാത്ത, ഒരിക്കലും മുറിക്കാത്ത ഒരു സ്നേഹിതൻ നിന്നെ സ്നേഹിക്കുന്നു കേട്ടോ. അവന്റെ സ്നേഹത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴുന്നു. ബോവസിന്റെ പുതപ്പ് രൂത്തിന്റെ മേൽ വീണതുപോലെ സ്വർഗീയ ബോവസായ ക്രിസ്തുവിന്റെ പുതപ്പ് ഇന്ന് രാത്രി നിന്റെ മേൽ വീഴുന്നു. ഒരു ലവബിൾ അനോയിന്റിംഗ് നിറയുന്നു നിന്റെ ഹൃദയത്തിൽ. നീ ആഗ്രഹിച്ച സ്നേഹം വീഴുന്നു കേട്ടോ. വീഴുന്നു 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 വീഴുന്നു. ചില മിനിറ്റുകൾ നീ ആത്മസന്നിധിയായിരിക്കും. ഓ ജീസസ്. ഭയങ്കര സാന്നിധ്യത്തിന്റെ കവറിങ്ങിലാകുന്നു, ഭയങ്കര സാന്നിധ്യത്തിന്റെ കവറിങ്ങിലാകുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ അനോയിന്റിംഗ് നിങ്ങളെ തൊടുന്നു. അവൻ നിങ്ങളുടെ ശരീരത്തിനകത്തുനിന്ന് വെള്ളം തിളയ്ക്കുമ്പോൾ ആവി പുറത്തു പോകുന്നത് പോലെ എന്തൊക്കെയോ നിങ്ങളുടെ ശരീരങ്ങളിൽ അഴിഞ്ഞ് പുറത്തു പോകുന്നു. അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിന് പുറത്തു പോകുന്നു. തിരസ്കരണ മനോഭാവം പുറത്തു പോകുന്നു. നിന്റെ പ്രത്യാശ വർദ്ധിക്കുന്നു. നിനക്കൊരു ശുഭഭാവിയുണ്ട്. ആരാണ്ടോ പറഞ്ഞു നിനക്ക് ഭാവി ഇല്ലെന്ന്. നിനക്കൊരു ശുഭഭാവി ഇല്ലെന്ന് ആരാണ്ടോ പറഞ്ഞു. ആര് പറഞ്ഞു? കർത്താവിനോട് പറയുന്നു, നിനക്കൊരു ശുഭഭാവി. എവിടൊക്കെയോ പിശാചിട്ട ചില കുരുക്കുകളെ കർത്താവ് അഴിക്കുന്നു. ഇവിടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഇവിടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പിശാചേ, നീയിട്ട സകല കുരുക്ക് ഞാൻ അഴിക്കുന്നു. ഇപ്പൊ ആ വലത്തെ ഷോൾഡർ, ആ ബാക്ക് സൈഡിൽ നിന്ന്, ആ കരത്തിൽ നിന്ന് ആ ബന്ധനം യേശുവിന്റെ നാമത്തിൽ അഴിയുക. തൊടുന്നു. അത് അഴിഞ്ഞു പോകുന്നു. കംപ്ലീറ്റ് ഹീലിംഗ് ഉണ്ടാകട്ടെ. ഇന്നർ മാനിൽ ഹീലിംഗുകൾ നടക്കട്ടെ. Out in Jesus' name. I break your power right now. I break your power right now.
യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്റെ മകൾ സൗഖ്യമാക്കുക, സൗഖ്യമാക്കുക, സൗഖ്യമാക്കുക. ഓ വിടുവിടുവിടുവിടുവിടുവിടുവിടുവിടുവിട ശരീരമിട്, 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 ശരീരമിടുക, ശരീരമിടുക. ബന്ധനങ്ങൾ മുഴുവൻ പൊട്ടുക, പൊട്ടുക, പൊട്ടുക. ആ വീടിന്റെ അന്തരീക്ഷത്തിൽ കിടക്കുന്ന ആ വിചാരങ്ങൾ അഴിഞ്ഞുപോട്ടെ, അന്തർവാദങ്ങൾ കത്തിപ്പോട്ടെ. വെളിച്ചം അവിടെ വീശട്ടെ, വെളിച്ചം അവിടെ വീശട്ടെ. എഴുന്നേറ്റ് വരുന്നത് ആരോഗ്യത്തോടും സൗഖ്യത്തോടുമായി തീരുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ കുരുക്ക് ഞാൻ അഴിക്കുന്നു, കുരുക്ക് ഞാൻ അഴിക്കുന്നു. ഈ കുടുംബത്തിന് മേൽ സ്വസ്ഥതയും സമാധാനത്തെയും കെടുത്തി. ഓ പലപ്പോഴും മാതാപിതാക്കൾ തമ്മിൽ പോലും ഐക്യതകളെ കെടുത്തി വീടിനകത്ത് കയറിയാൽ ഒരു സമാധാനവുമില്ലാത്ത അന്തരീക്ഷത്തിൽ കുടുംബത്തെ വാഴുന്ന ദുരാത്മ സ്വാധീനമേ യേശുവിന്റെ നാമത്തിൽ ആ വീടിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് അഴിയണം. സ്വീകരിച്ചോ, സ്വീകരിച്ചോ. ജനമെല്ലാം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നൊന്ന് ആരാധിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരുന്നു, എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരുന്നേ. കർത്താവ് ഈ അന്തരീക്ഷം മുഴുവൻ മാറട്ടെ, ഈ അന്തരീക്ഷം മാറട്ടെ. ഇമ്പാർട്ടേഷൻ നടക്കട്ടെ, ഇമ്പാർട്ടേഷൻ നടക്കട്ടെ, ഇമ്പാർട്ടേഷൻ നടക്കട്ടെ, ഇമ്പാർട്ടേഷൻ നടക്കട്ടെ. ഞാനിൽ എന്നിൽ നിന്നല്ല ഞാൻ സംസാരിക്കുന്നത്, എന്നിൽ വസിക്കുന്ന പിതാവിൽ നിന്നത്രേ. പിതാവത്രേ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് സന്ധ്യയിൽ പറയുന്നു, എന്നിൽ നിന്നല്ല എന്നിൽ വസിക്കുന്ന യേശുവത്രേ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിൽ വസിക്കുന്ന യേശുവത്രേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശുവത്രേ പാടിയേ. രോഗമല്ല, ഇത് ബാധകളാണ്. സ്തോത്രം. ഇന്ന് രാത്രി ചില ബാധകളെ കർത്താവ് അഴിക്കുക, ചില ബാധകളെ അഴിക്കുക. അഴിച്ചുവിടെ, അഴിച്ചുവിടെ, അഴിച്ചുവിടെ. ഞാൻ തൊടണ്ട, യേശു നിങ്ങളെ തൊടുന്നു, യേശു നിങ്ങളെ തൊടുന്നു. അഴിച്ചുവിടെ, അഴിച്ചുവിടെ. ഈ സൗഖ്യത്തോടെ ഇവിടെ വിടാവുള്ളൂ, സൗഖ്യത്തോടെ വിടാവുള്ളൂ. പ്രവചിക്കാൻ പറയുന്നു. 2022 തന്നെ അപ്രതീക്ഷിതമായി ഒരത്ഭുതം നടക്കും. കർത്താവിനോട് പറയുന്നു, വിദൂരത്തിൽ നിന്നൊരു നല്ല കർത്താവിനോട് പറയുന്നു, വിദൂരത്തിൽ നിന്ന്, ദൂരത്തിൽ നിന്ന് ഒരു നല്ല വാക്ക് പറഞ്ഞു. വേഗത്തിൽ ദ്രുതഗതിയിൽ കാര്യങ്ങൾ അറിയിച്ചാകാൻ പോകും. 2022 തന്നെ ഒരു മുഴക്കം. ഹല്ലേലൂയ.
നീങ്ങിപ്പോൾ എന്റെ ജീവിതത്തിൽ വിടുതലുകൾ വന്നിരിക്കുന്നു എന്ന് ഞാനിവരെ ബ്ലസ് ചെയ്യും, ഞാനിവരെ ബ്ലസ് ചെയ്യും, അനുഗ്രഹിക്കുന്നു. ഞാൻ അതിനെ വിളിച്ചു 2020 ആരംഭ ദിവസങ്ങളിൽ തന്നെ ഞങ്ങളൊരു അത്ഭുതം കാണും. അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കൈകൾ തട്ടി കർത്താവിനെ സ്തുതിച്ചാട്ടെ, സ്തുതിച്ചാട്ടെ. പാടിയ കൈകൾ ഉയർത്താം. സാന്നിധ്യത്തെ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ആടിയനിതാ ഓ ആടിയനിതാ ആടിയനിതാ ഓ ആടിയനിതാ. ഞാൻ എന്നിൽ നിന്നൊന്നും സ്വയമായി പറയുന്നില്ല. എന്നിൽ വസിക്കുന്ന പിതാവത്രേ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, എന്നിൽ വസിക്കുന്ന യേശുവത്രേ ഇതെല്ലാം പറഞ്ഞത്, എന്നിൽ വസിക്കുന്ന യേശുവത്രേ ഇതെല്ലാം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ യേശു പോസ്റ്റ് പറയാൻ മനുഷ്യനല്ല, വ്യാജം പറയാൻ മനുഷ്യപുത്രനുമല്ല. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തിരിക്കും, ചെയ്തിരിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നിൽ യേശു ഉണ്ടെന്ന്? അപ്പൊ പ്രവചിച്ച് പ്രവചിക്കും. നിങ്ങൾ ആദ്യം നിങ്ങളോട് പ്രവചിക്കും, നിങ്ങളുടെ അടുത്തുള്ളവരോട് പ്രവചിക്കും. ഈ സന്ധ്യയിൽ ഒരു ഗിഫ്റ്റ് ഇംപാർട്ട് ആകട്ടെ, മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ഞാൻ കുഴല് പോലെ ഒരു ഉപകരണം മാത്രമാ. എന്നിൽ വസിക്കുന്ന യേശുവേ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത്. യേശു തൊട്ട അത്ഭുതമാ, യേശു പറഞ്ഞ വിടുതലാ, യേശു സ്പർശിച്ച മറക്കളാ. യേശു നിങ്ങളെ സ്പർശിക്കുന്നു. കൈകൾ ഉയർത്തി ആത്മശക്തിയിൽ ആടിയനിതാ 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 ദേവാ ആടിയനിതാ ഓ ആടിയനിതാ ദേവാ ആടിയനിതാ. ക്രിസ്റ്റീന വന്നോളെ. ഓ യേശുവാണ് നിന്നോട് പറഞ്ഞത് നിന്നെ ഉയർത്തുമെന്ന്. യേശുവാണ് നിന്നോട് പറഞ്ഞത് നിനക്ക് വേണ്ടി വഴി തുറക്കുമെന്ന്. യേശുവാണ് നിന്നോട് പറഞ്ഞത് നിന്നെ രാജ്യങ്ങളിൽ കൊണ്ടുപോകുമെന്ന്. യേശുവാ പറഞ്ഞതെങ്കിൽ യേശു അത് ചെയ്തിരിക്കും. യേശുവാ പറഞ്ഞതെങ്കിൽ യേശു അത് ചെയ്തിരിക്കും. യേശു ഇപ്പൊ നിന്റെ ബുദ്ധിയെ തിരിക്കുക. യേശു പറയുന്നത് ഇപ്പൊ നിന്റെ ബുദ്ധിയെ ഞാൻ തിരിക്കുന്നുവല്ല, നിന്റെ ബുദ്ധിയെ ഞാൻ തിരിക്കുന്നുവല്ല. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ഭാവിക്കെതിരെ കെട്ടിയ, ഇവരുടെ വിദ്യാഭ്യാസത്തിനെതിരെ, ആമേൻ, ഇവിടെ ആത്മമണ്ഡലത്തിനെതിരെ പിശാച് കെട്ടിയ സകല കെട്ടും ഇപ്പൊ താൻ അനുഭവിക്കുന്ന രോഗത്തിന്റെ വൈകല്യങ്ങളോട് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ ശരീരത്തിൽ നിന്ന് അഴിയുക.
നിന്റെ ശരീരത്തെ നിനക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സാന്നിധ്യത്തിന്റെ സ്പർശനത്താൽ നിന്നിൽ നിന്ന് എന്തൊക്കെയോ അഴിഞ്ഞു പോകുന്നു. ഇപ്പൊ നിന്റെ ബുദ്ധി ഫ്രഷ് ആകുന്നു കേട്ടോ. നിന്റെ ബുദ്ധി ഫ്രഷ് ആകുന്നു. നിന്റെ ബുദ്ധി ഫ്രഷ് ആകുന്നു. നിന്റെ ബുദ്ധി നിനക്ക് വഹിക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യം നിന്നെ തൊടുന്നു, 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 തൊടുന്നു. വിട് വിട്, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ. ക്രിസ്റ്റീനയുടെ ബുദ്ധിയിൽ നിന്ന് അവളുടെ ബുദ്ധിയെ കെട്ടിയ, അവളുടെ വിദ്യാഭ്യാസത്തെ കെട്ടിയ ആ ബന്ധനം, ആ പ്രതിഷേധം, act in Jesus' mighty name. നീ ഇപ്പൊ സൗഖ്യമാകുക. ഈ ശരീരത്തിന്റെ പുഷ്ടിയെ ഞാൻ വിളിച്ചു വരുന്നത് ഇന്ന് മുതൽ ഇവിടെ കാലം യേശുവിന്റെ നാമത്തിൽ ഇവിടെ ശരീരത്തിൽ നീ അഴിഞ്ഞു പോ, നീ അഴിഞ്ഞു പോ, നീ അഴിഞ്ഞു പോ. യെസ് 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 യെസ്. അഴി 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 അഴിയാൻ 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 അഴിയട്ടെ 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 അഴിയട്ടെ. അഴിയട്ടെ അഴിയട്ടെ. കെട്ട് മുഴുവൻ പൊട്ടട്ടെ 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 പൊട്ടട്ടെ. അഴിയുന്നു അഴിയുന്നു അഴിയുന്നു. നിന്റെ അകത്തിരുന്ന നിന്റെ അന്നനാളങ്ങളെ പൂട്ടിയ, നിന്റെ അസ്ഥിയെ ബന്ധിച്ച, നിന്റെ ശരീരത്തെ ഉരുക്കി രക്തം കുടിക്കുന്ന ആ ദുരാത്മ ശക്തി അഴിയുന്നു അഴിയുന്നു. ക്രിസ്റ്റീനയിൽ അഴിഞ്ഞ് പുറത്തു പോ, 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 അഴിഞ്ഞ് പുറത്തു പോകാം. അഴിയുക അഴിയുക അഴിയുക. കംപ്ലീറ്റ് ആയി അപ്രത്യക്ഷമാകട്ടെ, 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 അപ്രത്യക്ഷമാകട്ടെ. ഞാനിപ്പോ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രതിപുരുഷൻ ഇവരുടെ ശരീരം പുഷ്ടിയാകുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. അസ്ഥിയെ നീ ശക്തി പ്രാപിക്കുന്ന ഞാൻ കൽപ്പിക്കുന്നു. ഞരമ്പുകളെ നീ സൗഖ്യമാകുക എന്ന് ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബുദ്ധിയെ നീ വികസിക്കുക എന്ന് ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ശരീരം പുഷ്ടിപ്പെടുക. ഓ ആടി ഓ രശര ശരീരത്തിന് ദൈവശക്തിയുടെ സ്വാധീനം വെളിപ്പെടുത്തിച്ചു. നീ ദൈവത്തിന്റെ ആവശ്യത്തെയാണ്. നീ ദൈവ വിളിയുള്ളവളാണ്. ദൈവം നിനക്ക് അവന്റെ നാമത്തെ ഉയർത്താനൊരു ടൂൾ തന്നിട്ടുണ്ട്. അവൻ നിന്റെ അകത്തൊരു ഭയങ്കര വർഷിപ്പിംഗ് അനോയിന്റിംഗ് കിടപ്പുണ്ട്. പക്ഷേ അവൻ എവിടെയൊക്കെയോ പിശാച് അതിനെ മൂടിയിട്ടിരിക്കുന്നു. പക്ഷെ മൂടിയവൻ ഇപ്പം പുറത്തു വരുന്നു, ഇപ്പം പുറത്തു വരുന്നു, ഇപ്പം പുറത്തു വരുന്നു. മീനാക്ഷി എന്ന വ്യക്തിക്കകത്തിരുന്ന ഇവളുടെ അകത്ത് അവരുടെ സ്വഭാവത്തെ വൈകല്യമാക്കി ഇവളുടെ ആത്മീയതയെ കെടുത്തി മുതലെടുക്കുന്ന ദുരാത്മ സ്വാധീനമേ യേശുവിന്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു. ഈ കുഞ്ഞിൽ നിന്ന് അഴിഞ്ഞ് പുറത്തു പോ പിശാചേ, അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ. ആ അഴിയുന്നു 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 അഴിയുന്നു. നിനക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ദൈവശക്തി നിന്നെ വ്യാപരിച്ചു കഴിഞ്ഞു. ദൈവശക്തി നിന്നെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞു. ദൈവശക്തി നിന്നെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞു. ആത്മാവ് നിന്നെ തൊട്ടു കഴിഞ്ഞു, തൊട്ടു കഴിഞ്ഞു, തൊട്ടു കഴിഞ്ഞു. ശിരസ് മുതൽ പാദം വരയ്ക്ക് തീ കത്തുന്നു. ഇപ്പൊ ഞാൻ കൽപ്പിക്കുന്നു, അനാവശ്യമായി ഇവളുടെ ക്യാരക്ടറിനെ ആമൻ ചീത്തയാക്കുന്ന ദുർഭൂതമേ, ആമൻ അനാവശ്യമായ ദേഷ്യം, അനാവശ്യമായ ദേഷ്യം അക്വാറലിംഗ് സ്പിരിറ്റിനോട് യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുന്നു. ഈ വ്യക്തിത്വത്തെ വിടുക. അഴിയലായിപ്പോ തന്റെ ആന്തരിക മനുഷ്യനെ തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ, തീ കത്തട്ടെ,
തീയതണം. ഭയങ്കര അനോയിന്റിങ് നിന്നെ തൊടുന്നു. ഭയങ്കര അഭിഷേകം നിന്നെ തൊടുന്നു. ഭയങ്കര അഭിഷേകം നിന്നെ തൊടുന്നു. എന്തൊക്കെയോ ചിലർ ഇഴഞ്ഞു പോകുന്നു. നിന്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നിന്റെ മേലെ അവകാശം പറഞ്ഞു നിൽക്കുന്ന ചില കെട്ടുകൾ അഴിയുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് ഒരു ബന്ധനം അഴിയുന്നു. ഉദരത്തിലേക്ക് ദൈവത്തിന്റെ തീ കത്തുന്നു. മീഡിയയിൽ കൂടി സ്വാധീനിച്ച ദുരാത്മശക്തി ഞാൻ ഇവളിൽ നിന്ന് പുറത്താക്കുന്നു. ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പുറത്തു പോകും. നിന്റെ അകത്ത് ഒത്തിരി ആന്തരിക മുറിവുകളുണ്ട്. ആ മുറിവുകളെല്ലാം യേശു സൗഖ്യമാക്കുന്നുണ്ട്. ശപിക്കപ്പെട്ടവൾ, ഗുണമില്ലാത്തവൾ, ഗുണപ്പെടാത്തവൾ, നന്നാകത്തില്ല, രക്ഷപ്പെടത്തില്ല എന്നൊക്കെയുള്ള വാക്കുകളുടെ മുറിവുകൾ നിന്നിൽ നിന്ന് അഴിയുന്നു. മീനാക്ഷി, അഴിയുന്നു. ലിറ്ററലി ഞാൻ കാണുന്നു. നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിനകത്തിരുന്ന് ആ ഒരു വെള്ളം തിളയ്ക്കും ആവി പുറത്തു പോകുന്ന പോലെ ആ സ്പിരിറ്റുകളെല്ലാം അഴിഞ്ഞു പോകുന്നു. ഓ ജീസസ്. തൊടുക പരിശുദ്ധാത്മാവേ, തൊടുക. പത്മോസിന്റെ ഏകാന്തതയും യോഗനാൻ ആത്മാവിവശതയും സ്വർഗീയ ദർശനങ്ങളെ കണ്ടതുപോലെ ഇന്ന് സന്ധ്യയിൽ ഇവളുടെ ക്യാരക്ടറിനെ ഞങ്ങൾ തിരിക്കുന്നു. ഇവളെ വിശുദ്ധ എന്ന് പ്രഖ്യാപിക്കുന്നു, പ്രവാചക എന്ന് പ്രഖ്യാപിക്കുന്നു, അഭിഷേകമുള്ളവളെന്ന് പ്രഖ്യാപിക്കുന്നു. ഇവൾ ദൈവത്തിന്റെ പകരക്കാരി എന്ന് പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവളുടെ ലൈഫിനെ ഞങ്ങൾ തിരിക്കുന്നു. Flow and releasing. Receive in Jesus' mighty name. Receive in Jesus. പ്രാപിച്ചു. എല്ലാവരും കൈകൾ ഉയർത്തി പുറത്താക്കുക. നിങ്ങളിൽ നിന്ന് സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ,
എല്ലാ രോഗങ്ങൾ പുറത്തു പോകട്ടെ. ദുർബോധ ശക്തികൾ അഴിയട്ടെ. ഈ അന്തരീക്ഷം മാറട്ടെ. ജനം പൂർണ്ണമായി സൗഖ്യമാകട്ടെ. തങ്ങളിലുള്ള യേശുവിനെ ഇവർ തിരിച്ചറിയട്ടെ. ഇവിടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഇവിടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഇവിടെ അഭിഷേകം വർദ്ധിക്കട്ടെ. ഇവിടെ കൃപാവരങ്ങൾ വർദ്ധിക്കട്ടെ. ഇന്ന് രാത്രി ഇവർ വീട്ടിൽ കാലുകുത്തുന്നത് ആളും മാറിയവരായിരിക്കട്ടെ. കൈകൾ ഉയർത്തി പിടിച്ചാൽ ഞങ്ങളുടെ കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി ആരാധനയിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ നാമത്താൽ വരുന്ന സമൃദ്ധിയെ ഡിക്ലെയർ ചെയ്ത് ഞാൻ അനുഗ്രഹിക്കുന്നു. തങ്ങളിലുള്ള യേശുവിനെ ഇവർ തിരിച്ചറിയട്ടെ. ഇന്ന് രാത്രി അവർ വീട്ടിൽ പോകുന്നത് ആ വ്യക്തിയായിട്ടാണ്, യേശുവായി ഇവർ പറഞ്ഞു. അവർ പറയുന്നത് സംഭവിക്കട്ടെ. അവർ ചെയ്യുന്നത് സാധിക്കട്ടെ. കാലുകുത്തുന്നതിൽ അത്ഭുതങ്ങൾ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അവന് ചെയ്തത് കൊണ്ട് സ്തോത്രം. ഈ വചനത്തിന്റെ ശക്തി അവിടെ അകത്ത് കത്തട്ടെ. കത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ ആഴ്ചയുടെ യാത്ര, നമ്മുടെ പോക്കുവരവ്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖല, ജോലി, വാഹനം, ബിസിനസ്, മൃഗസമ്പത്ത്, വാസ്തു, എല്ലാവற்றிലും സമൃദ്ധി വെളിപ്പെടട്ടെ. എന്തെല്ലാം അവർക്ക് ആവശ്യമോ അതെല്ലാം ഈ ആഴ്ച സാധിപ്പിച്ചു കൊടുക്കണം. ഒരു കാര്യത്തിനും വിഷമിക്കാൻ ഇടവരരുത്. അവർ നന്മയും സമൃദ്ധിയും കണ്ട് ആനന്ദിക്കുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ച മാറട്ടെ. അടുത്ത ആഴ്ചയിലെ ജീവനുള്ള നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിച്ചിട്ട് കർത്താവ് മനസ്സിലാക്കി ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന, ഈ പട്ടണത്തെ അനുഗ്രഹിക്കുന്ന, ഈ സഭയെ അനുഗ്രഹിക്കുന്നു, ശുശ്രൂഷ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ദൈവമക്കളെല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഈ പട്ടണത്തിലെ പോലീസ് അധികാരികൾ, രാഷ്ട്രീയ അധികാരികൾ, എല്ലാ MLA MP മാർ, ഈ പട്ടണത്തിലുള്ള മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും, പഞ്ചായത്ത് അധികൃതരെ, ഈ ബിൽഡിങ്ങിന്റെ ഓണറിനെ യേശുവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ പട്ടണത്തിൽ കർത്തൃസേവയിലായിരിക്കുന്ന അഭിഷിക്തന്മാരെ, ദൈവസഭകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ആത്മാക്കളെ കൊണ്ട് നിറയട്ടെ. ഉണർവ് വ്യാപരിക്കട്ടെ. ഈ പട്ടണം ഉണരട്ടെ. ഈ സന്ധ്യയിൽ സകലരുടെ മേലും ദൈവത്തിന്റെ സമൃദ്ധിയെ വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, പ്രാർത്ഥനയിൽ പങ്കാളികളായി തീർന്ന എല്ലാ ദൈവമക്കളോടും പ്രാർത്ഥിച്ച വിഷയങ്ങൾ വിശുദ്ധന്മാരോടുകൂടെ നമ്മുടെ കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവ് വരെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രി ജയം നൽകിയ ദൈവത്തിന് മഹത്വം. Hallelujah, hallelujah, hallelujah. We stay right under the blood. We stay right under the blood. We stay right under the blood. Where the devils can do us no harm. Where the devils can do me no harm. No harm, no harm, no harm. No harm, no harm, no harm. No harm, no harm, no harm. Where the devils can do us no harm. Where the devils can do me no harm. സർവകൃപാലുവായ ദൈവം തന്റെ തങ്കച്ചിറകിന്റെ കീഴിൽ നിങ്ങളെ ആഴ്ച മുഴുവൻ അത്ഭുതകരമായി പരിപാലിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ള ആരോഗ്യവും സുഖവും ബലവും നൽകി. ഒന്നിനും കുറവില്ലാത്ത ആത്മീയ നന്മയും ഭൗതിക നന്മയും നൽകി സന്തോഷത്തോടും സംതൃപ്തിയോടും സമൃദ്ധിയോടും അടുത്ത ആഴ്ച നമ്മെ മുഖമുഖം കാണുവാൻ ഇടവരുത്തട്ടെ. I bless you all in Jesus' mighty name. Amen. Thank you. Bless you. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ച